നിന്നെ പാരിനു നൽകുവാനായി ഭാരങ്ങളെന്തും ചുമക്കാം. കഴിഞ്ഞ 2 ദിവസത്തെ സുവിശേഷ ഭാഗം വായിച്ചപ്പോഴും ഉള്ളിലൊരു സങ്കടമുണ്ട്. ഇന്ന് വായിച്ചപ്പോൾ അത് കുറച്ചും കൂടി കൂടുതലാണ്. അതിന് കാരണം യേശുവിൻ്റെ വാക്കുകളാണ്. സിറ്റുവേഷൻ വളരെ വേഴ്സാണ്. ഇന്നത്തെ ഗോസ്പൽ ബേസ് ചെയ്യുമ്പോൾ യേശു മരണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. തൊട്ടടുത്ത നിമിഷം വരുമ്പോൾ യേശുവിനെ കൂടെ നിൽക്കുന്നവർ ഒറ്റിക്കൊടുക്കും, ചതിക്കും, കൊല്ലാനായിട്ട് പറഞ്ഞു വിടും, ഇരുട്ടിൻ്റെ മറവിൽ ഓടി വിളിക്കും. ഇതൊക്കെ യേശുവിന് അറിയാം. ഇനി മരണത്തിൻ്റെ സമയമാണ്, ഇനി വേദനയുടെ സമയമാണ്. ഇതറിയാഞ്ഞിട്ടും യേശു പ്രാർത്ഥിക്കുന്നത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പിതാവിനോട് പറയാണ്, പിതാവേ, ഇവരെ നോക്കിക്കൊള്ളണേ. നമ്മളൊന്നായിരുന്ന പോലെ ഇവരൊന്നായിരിക്കണം. ഇവരെ ഒരു ആപത്തിലും വിട്ടുകളായിരുന്നു. ഉള്ളിൽ ഒത്തിരി സംഘർഷങ്ങൾ തീർച്ചയായിട്ടും കടന്നു പോകില്ലേ? മരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അത്ര സുന്ദരമായിട്ട് ആരാണ് കിടക്കുന്നത്? അതും ഒരു 33-ാമത്തെ വയസ്സിൽ. 1000 ചോദ്യങ്ങളുള്ളിലുണ്ടായിരിക്കുമ്പോഴും കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നു എന്നറിയുമ്പോഴും ക്രിസ്തു പുറമേ നിന്ന് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. എനിക്ക് തോന്നുന്നു ഈ പ്രാർത്ഥന എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഉള്ളിൽ 1000 സങ്കടങ്ങളുണ്ടായിരിക്കുമ്പോഴും കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കണം. ചിലരൊക്കെ ചതിക്കുമെന്നറിയാം, ഇരുട്ടിൻ്റെ മറവിൽ ഓടി ഒളിക്കുമെന്നറിയാം, തള്ളിപ്പറയുമെന്നറിയാം. എങ്കിലും ക്രിസ്തുവിൻ്റെ ഈ ജീവിതം നമുക്ക് എല്ലാവർക്കും വലിയൊരു മാതൃകയായി സൂക്ഷിക്കണം. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോഴും ആൾക്കാരുടെ മുമ്പിൽ മുട്ടുകുത്തുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, സ്നേഹത്തിൻ്റെ പേരിൽ ചതിച്ചവർക്ക് വേണ്ടിയും, കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഉറപ്പ് പറഞ്ഞിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. കാരണം അങ്ങനെ പ്രാർത്ഥിച്ച ഒരു പൊന്നു തമ്പുരാൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുമ്പോൾ പിന്നീട് അങ്ങനെ അല്ലാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഏത് പ്രാർത്ഥനയാണുള്ളത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിന്നെ പാരിനു നൽകുവാനായി ഭാരങ്ങളെന്തും ചുമക്കാം. നിന്നെ പാരിനു നൽകുവാനായി എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാനെത്രയേറെ പാടുപെട്ടു. പാപച്ചുഴികളിൽ താഴാതിരിക്കാൻ
സുവിശേഷം പാടുവാനായിനി എന്തു വേണേലും സഹിക്കാം. നിന്റെ സുവിശേഷം പാടുവാനായി നീ എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ഭോഷനായി തീരുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസനാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ.